ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് ഇതിനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഞാൻ നിങ്ങൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡൽഹിയിലെ പത്രക്കാർ നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. തീരുമാനം എന്തായാലും പാർട്ടി പ്രവർത്തകരെ അത് ശിരസാ വഹിക്കും. ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. തീരുമാനം നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ. കോൺഗ്രസ് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, മുമ്പേ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. അത് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. അതിനകത്ത് ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും കൊടുക്കും. അത് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും എന്റെ ഭാഗത്തുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇത് പല സംസ്ഥാനങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും ഇത്തരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്. കേരളമായതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപനത്തിൽ മാറിയുന്നത്. അപ്പൊ ആ പ്രഖ്യാപനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ബഹുമാനായ ശ്രീ വി ഡി സതീശനെ തെരഞ്ഞെടുക്കുന്നതിന് തീരുമാനിച്ച നിർദ്ദേശം ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ആ തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തികഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. സഹർഷത്തോടെ ആ തീരുമാനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. തീരുമാനം അറിയിച്ചതിനെ തുടർന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരീക്ഷകർ ഉൾപ്പെടെ AICCയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാജി ഉൾപ്പെടെ അവർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരുന്നതാണ്. അവരുടെ സമയം കൂടി കണക്കിലെടുത്തുകൊണ്ട് നിയമസഭാ കക്ഷിയുടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന 1 മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗം 4 മണിയിലേക്ക് നീട്ടിയിട്ടുണ്ട്. 4 മണിക്ക് അസംബ്ലി ഹാളിൽ കോൺഗ്രസിന്റെ ഇലക്ടഡ് MLA 63 പേരുടെയും യോഗം ചേരും. ആ യോഗം ഐക്യകണ്ഠേന മുഖ്യമന്ത്രിയായി സതീശന്റെ പേര്, വി ഡി സതീശന്റെ പേര്